നമസ്കാരം. ഇന്ന് വായനാ ദിനമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് വായനയിൽ നിന്ന് നേടിയതാണ്. ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൂല കാരണം കുട്ടിക്കാലത്ത് തന്നെ ഞാൻ തുടങ്ങിയ വായനയാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് കേരളവർമ്മ മെമ്മോറിയൽ സെൻട്രൽ ലൈബ്രറി എന്നൊരു വലിയ ഗ്രന്ഥശാല ഉണ്ടായിരുന്നു. 10ാമത്തെ വയസ്സ് മുതൽ അവിടെ പോയി ഞാൻ പുസ്തകങ്ങളെടുത്ത് വായിക്കുമായിരുന്നു. എല്ലാവിധ പുസ്തകങ്ങളും വായിക്കും. ചെറുകഥ, കവിത, നാടകം, ഉപന്യാസം എല്ലാം വായിക്കും. പിന്നീട് നിങ്ങൾക്കറിയാം, ഞാൻ വളരെയധികം പ്രശസ്തി നമ്മൾക്ക് നേടിത്തരുന്ന വർണ്ണസുരഭിലമായ രംഗത്ത്, സിനിമ എന്ന ദൃശ്യമാധ്യമ രംഗത്ത് എത്തിച്ചേർന്നു. അപ്പോഴും ഞാൻ വായന നിർത്തിയില്ല. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ പുതുതായി ഇറങ്ങുന്ന പുസ്തകങ്ങൾ വാങ്ങി വായിക്കുമായിരുന്നു. എല്ലാ ഭാഷകളിലും. എനിക്ക് ഹിന്ദിയും നല്ലതുപോലെ അറിയാം, ഹിന്ദി പഠിച്ചിട്ടുണ്ട്. ഹിന്ദി പുസ്തകങ്ങളും വായിക്കുമായിരുന്നു. ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഹിന്ദി പുസ്തകങ്ങളും മലയാളം പുസ്തകങ്ങളും വായിക്കുമായിരുന്നു. അതുകൊണ്ട് ഇന്നും വായന എൻ്റെ ഇഷ്ടവിനോദമാണ്. ഞാനിപ്പോൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെറുകഥയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മഹാനായ ഒരു സാഹിത്യകാരൻ്റെ, ഒരു മഹാപുരുഷൻ്റെ രചനയാണ്. കഥയുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാകും അത്രമാത്രം പ്രശസ്തമാണ് ആ കഥ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രേമലേഖനം. ഇതിൻ്റെ തുടക്കവും ഒടുക്കവും മാത്രമാണ് ഞാൻ വായിക്കുന്നത്. കാരണം വളരെ ദീർഘമായൊരു കഥയാണ്. ഒരു ചെറിയ നോവലറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും 5-6 ഭാഗങ്ങളുള്ളൊരു കഥയാണ്. ഈ സാറാമ്മയുടെ സ്വഭാവ വൈശിഷ്ട്യമാണ് ഈ കഥയുടെ കാതൽ. പിടികൊടുക്കാത്ത ഒരു പെണ്ണാണ് സാറാമ്മ. കേശവൻ നായരാണെങ്കിൽ ഒരു തിടുക്കക്കാരനാണ്. സാറാമ്മയ്ക്ക് എന്നോട് പ്രണയമുണ്ടോ എന്നറിയാൻ ആവേശം എടുത്ത് നടക്കുന്ന ആളാണ് കേശവൻ നായർ. ഇത് മനസ്സിലാക്കി കേശവൻ നായരെ കുരങ്ങ് കളിപ്പിക്കുന്ന ഒരു വിദഗ്ധയാണ് സാറാമ്മ. എങ്ങനെയാണ് അവരുടെ പ്രണയം അവസാനിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അതിൻ്റെ തുടക്കം പ്രേമലേഖനത്തിലാണ്. പ്രേമലേഖനം എന്നാണ് ചെറുകഥയുടെ പേര്. കേശവൻ നായർ ആദ്യമായി സാറാമ്മയ്ക്ക് എഴുതുന്ന പ്രേമലേഖനത്തോടു കൂടിയാണ് കഥ ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ട സാറാമ്മേ, ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിക്കുകയാണ്. സാറാമ്മയോ ഗാഠമായി ചിന്തിച്ച് മധുരോദാരമായ മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയോട് കേശവൻ നായർ എന്ന ഒറ്റമൂച്ചിൽ എഴുതിയിട്ട് കേശവൻ നായർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിപ്പോയി. മധുര മന്ദഹാസത്തോടെ സാറാമ്മയുടെ പിറകിൽ നിൽക്കുന്നതായ ഒരു അനുഭൂതി ചുമ്മാ ഒരു തോന്നലാണ്. അയാൾ എഴുത്ത് വായിച്ചു. കവിതയുണ്ട്, തത്വജ്ഞാനമുണ്ട്, മിസ്റ്റിസിസവുമുണ്ട്. എന്തിന്? കേശവൻ നായരുടെ ഹൃദയത്തിൻ്റെ മഹാരഹസ്യം മുഴുവനുമില്ലേ? എഴുത്തുദ്ദേശിച്ചത് നന്നായിരിക്കുന്നു. അയാളത് 4 മടക്കി പോക്കറ്റിലിട്ടു. ഇത് സാറാമ്മയ്ക്ക് കൊടുക്കാൻ കേശവൻ നായർ പെടുന്ന തത്രപ്പാട്, അത് സാറാമ്മയുടെ കയ്യിലെത്തുന്നു. എന്തായിരിക്കും സാറാമ്മയുടെ റിയാക്ഷൻ എന്നറിയാതെ വിഷമിക്കുന്നു. അങ്ങനെ പക്ഷേ സാറാമ്മയ്ക്ക് ഒരു മാറ്റവുമില്ല. ഈ കത്ത് വായിച്ച് യാതൊരു ഭാവവുമില്ല. അപ്പം അതുപോലെ തമാശയൊക്കെ പറഞ്ഞ സാറാമ്മ കേശവൻ നായരുടെ വരും. കേശവൻ നായർക്കാണ് ഉദ്വേഗമാണ് എന്താ അവളുടെ മനസ്സിൽ തിരിച്ചറിയാൻ. ഇതാണ് ഈ കഥയിൽ ഉടനീളം വൈക്കം മുഹമ്മദ് ബഷീർ നിലനിർത്തിയിരിക്കുന്ന നർമ്മം. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഒരു ചോദിക്കുന്നു, ഞാൻ തന്ന പ്രേമലേഖനം എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ സാറാമ്മ ചിരിച്ചുകൊണ്ട് പറയുന്നത്, അത് ഞാൻ ഉമിക്കരി പൊതിയാനെടുത്തു. ആ പ്രേമലേഖനത്തിൽ ഉമിക്കരി പൊതിയാനെടുത്തു എന്ന പ്രേമലേഖനം. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേശവൻ നായരുടെ മനസ്സ് തകർക്കുന്ന തകർക്കുന്നത് സാറാമ്മയുടെ ഒരു രസമാണ്. എന്നാൽ ഇടയ്ക്ക് വിവാഹത്തെക്കുറിച്ചും അവർക്ക് കുട്ടികളുണ്ടാകുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതൊക്കെ സാറാമ്മ ഒത്തു പറയും. പിന്നെ ഇടയ്ക്ക് പറയും, ഭാര്യയായിട്ടിരിക്കുന്ന ശമ്പളമാണ് എനിക്ക്, എത്ര രൂപ ശമ്പളം തരും? 20 രൂപ എന്ന് കേശവൻ നായർ പറയും. അതൊന്നും പറ്റില്ല, കൂടുതൽ വേണമെന്ന് പറയും. അങ്ങനെ ശമ്പളം മേടിക്കുന്നു, ഒരുപാട് ശമ്പളം മേടിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കഴിയുമ്പോഴും പ്രണയിക്കുന്നു, ഒരുമിച്ച് ജീവിക്കൂ എന്ന് സാറാമ്മ ഉറപ്പ് പറയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കേശവൻ നായർക്ക്
ഒരു വലിയ ജോലി കിട്ടി ഈ സ്ഥലത്ത് നിന്ന് പോകേണ്ടി വരുന്നു. അതായത് സാറാമ്മയുടെ അപ്പച്ചൻ്റെ വീട്ടിൽ നിന്ന് താമസം മാറ്റി ഈ സ്ഥലമേ വിട്ടു പോകണം എന്ന അവസ്ഥ വരുന്നു. അവിടെയാണ് നമ്മൾ ഇപ്പോൾ. സാറാമ്മേ കേശവനാർ പറയുകയാണ്, സാറാമ്മേ വെളുപ്പിന് ഈ സ്ഥലം വിടണം. നേരം ഇരട്ടി തുടങ്ങിയപ്പോൾ കേശവനാർ പറഞ്ഞു, സാറാമ്മയ്ക്ക് അവസാനമായി വല്ലതും പറയാനുണ്ടോ? സാറാമ്മ പറഞ്ഞു, ജീവിതം യൗവനതീക്ഷ്ണവും ഹൃദയം പ്രേമസുലഭവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ ചില്ലറയായ ചില ചോദ്യങ്ങൾ. കേശവനാർ ആകെ തണുത്തു. സാറാമ്മ തുടർന്നു, ചോദ്യം 1, അപ്പച്ചന് കൊടുക്കാനുള്ള വാടകയെല്ലാം കൊടുത്തു തീർത്തോ? തീർത്തു. ശരി. രണ്ടാമത്തെ ചോദ്യം, ഹോട്ടൽക്കാരൻ്റെ കടങ്ങൾ? തീർത്തു. മൂന്നാമത്തെ ചോദ്യം, വഴിച്ചെലവിന് പണമുണ്ടോ? ഉണ്ട്. എങ്കിലൊരു ഉപചോദ്യം കൂടി, പണം എവിടെ നിന്നുണ്ടായി? എൻ്റെ റിസ്റ്റ് വാച്ച് സ്വർണ്ണമോതിരവും വിറ്റ്. നല്ലത്. അങ്ങനെ ബഹുമാനപ്പെട്ട കേശവൻ നായർ ഈ രാജ്യം വിട്ട് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ ആരും ഒരു കാരണവശാലും സ്മരിക്കാൻ ഇടയില്ലാത്ത സ്ഥിതിക്ക് ഞാൻ അദ്ദേഹത്തിന് എല്ലാവിധ മംഗളങ്ങളും ആശംസിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞ് സാറാമ്മ കിഴിയാ ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. ഹൃദയം നൊന്ത് കേശവൻ നായർ വിളിച്ചു, സാറാമ്മേ. ആര് കേൾക്കാൻ? കാഠിന്യത്തിൻ്റെ പര്യായമാകുന്നു സ്ത്രീ. തനി ഡുക്കുടു ആകുന്നു സ്ത്രീ. കേശവൻ നായർ ജീവച്ഛവമായി അങ്ങനെ ഇരുന്നു. രാത്രി വന്നു. നിലാവ് ഉദിച്ചു പൊങ്ങി. എന്തിന്? കേശവൻ നായർ അങ്ങനെ ഇരുന്നു. ഒടുവിൽ അയാൾ എണീറ്റ് വിളക്ക് കൊളുത്തി. ടൈം പീസ് സമയം 11 മണിയായിരിക്കുന്നു. അയാൾ അലാറം 4 മണിക്ക് തിരിച്ചു വച്ച് വാതിലുമടച്ച് കട്ടിൽ ചെന്ന് തളർന്നു കിടന്നു. ഒടുവിലത്തെ രാത്രി. വിശപ്പില്ല, ദാഹമില്ല. കേശവൻ നായർ കണ്ണും തുറന്നു കിടന്നു. ഒന്നിനെപ്പറ്റിയും ചിന്തിക്കുന്നില്ല. എങ്കിലും കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ക്രൂര മൃഗമാകുന്നു സ്ത്രീ. പുരുഷൻ എത്രയോ നല്ലവൻ. സ്ത്രീകളെ ഈശ്വരൻ എന്തിനാണാവോ സൃഷ്ടിച്ചത്? നല്ല ഉദ്ദേശത്തോടു കൂടി ഒന്നും ആയിരിക്കുകയില്ല. അയാൾക്ക് വിങ്ങിപ്പെട്ട് കരയണമെന്ന് തോന്നി. അപ്പോൾ വെളിയിലൊരു ശബ്ദം, മൃദുലവും സംഗീതമയവും. ഉറങ്ങിപ്പോയോ? അവൾ കസ്മല, ക്രൂര, കഠിനത. കേശവൻ നായർ അനങ്ങിയില്ല. വീണ്ടും അതേ ശബ്ദം, തുറക്കൂ, ഞാനാണ്. കേശവൻ നായർ എണീറ്റ് വാതിൽ തുറന്നു. സാറാമ്മ മുറിയിലേക്ക് കയറി. കേശവൻ നായർ വാതിൽക്ക് തന്നെ നിന്നു. സാറാമ്മ പതുക്കെ വിളിച്ചു, ഇങ്ങ് വന്നേ, ഒന്ന് പറയട്ടെ. കേശവൻ നായർ തിരിച്ചു എന്ന കട്ടിലിരുന്നു. സാറാമ്മ വാതിലിനടുത്ത് എന്ന് വെളിയിലേക്ക് നോക്കി കുറേ സമയം നിന്നു. വിശേഷ ശബ്ദങ്ങളൊന്നുമില്ല. അവൾ വാതിൽ അടച്ച ശേഷം ചെന്ന് കസേര കട്ടിലേക്ക് അടുപ്പിച്ചിട്ട് കൈമുട്ടുകൾ കട്ടിൽമേൽ ഊന്നി മുഖം കൈവെള്ളകളിൽ താങ്ങി അഴിഞ്ഞുലഞ്ഞ മുടിയോടെ ഇരുന്നപ്പോൾ അവളുടെ മുലകൾ കട്ടിലിൽ ചുംബിച്ചുകൊണ്ടിരുന്നു. കേശവൻ നായർക്ക് ആ മുലകളിൽ ഉമ്മ വയ്ക്കാൻ ആഗ്രഹമുണ്ടായി. കഴുത്തിലും ചുണ്ടുകളിലും കണ്ണുകളിലും. എങ്കിലും ഹൃദയം കഠിനമാക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ തലയിണയിലേക്ക് ചാഞ്ഞു. അപ്പോഴും കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. അവൾ ചോദിച്ചു, കരയുന്നത് എന്തിന്? അയാൾ മിണ്ടിയില്ല. അവൾ എണീറ്റ് കട്ടയിലിരുന്ന് കേശവൻ നായരുടെ മുഖത്തേക്ക് കുനിഞ്ഞ് അയാളുടെ ചുണ്ടുകളിൽ ഭയങ്കര മധുരമുള്ള ഒരു സുരഭില ചുംബനം വെച്ചു കൊടുത്തു. ടപ്പ്. എന്നെ വെറുത്തോ? അവൾ പതുക്കെ ചോദിച്ചു. ഉവ്വ്. അയാൾ അവളെ താങ്ങിയെടുത്ത് മടിയിലിരുത്തി. അവളുടെ ഗന്ധം, ഖേദമെല്ലാം പോയി. എങ്കിലും കണ്ണീർ ഒഴുക്കിക്കൊണ്ട് അയാൾ മന്ദഹസിച്ചു. അവൾ പറഞ്ഞു, മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൂർണ്ണചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ. ഉപമകൾ വളരെ തോന്നും. വെളുപ്പിന് 4:30 മണിക്കുള്ള വണ്ടിക്ക് എൻ്റെ കൂടെ വരണം. എവിടെ? ഞാൻ പോകുന്നിടത്ത്. വന്നിട്ട്? ഓ, സാറമ്മ ഇപ്പോഴും വിനോദമാണ്. വിനോദം ജീവിതത്തിൻ്റെ എന്താണെന്നറിയാമോ? അറിയാം. എൻ്റെ പ്രിയപ്പെട്ട എടിയുടെ ചുണ്ടുകൾക്കും മറ്റും ഉള്ളത്. കളിയാക്കിക്കോളൂ. അവൾ ബോഡീസിനുള്ളിൽ നിന്ന് തടിച്ച ഒരു കവറെടുത്ത് കേശവൻ നായരുടെ കയ്യിൽ ഭക്തിയോടെ കൊടുത്തു. വണ്ടി ഇവിടെ നിന്ന് വിട്ടാലേ തുറന്നു നോക്കാവൂ. വളരെ ഈടുണ്ടല്ലോ, കേശവൻ നായർ ചോദിച്ചു. പ്രേമലേഖനമാണോ? അതെ, പ്രേമലേഖനം. സാറാമ്മ മന്ദഹസിച്ചു. ഇത് വണ്ടി സ്റ്റേഷനിൽ നിന്ന് നീങ്ങിയിട്ടേ തുറന്നു നോക്കൂ എന്ന് സത്യം ചെയ്യണം. അയാൾ പറഞ്ഞു, സത്യം പോരാ, ഭക്തിയും വിശ്വാസമുള്ള എന്തിനെ കൊണ്ടെങ്കിലും സത്യം ചെയ്യൂ. കേശവൻ നായർ സാറാമ്മയെ നോക്കി സത്യം ചെയ്തു. എനിക്ക് ഭക്തിയും വിശ്വാസവും ദിവ്യപ്രേമമുള്ള എൻ്റെ സാറാമ്മയാണ്. ഞാനിത് വണ്ടിയിൽ കയറിയിട്ടേ തുറന്നു നോക്കൂ. സാറാമ്മ എണീറ്റ് വാതിൽ തുറന്നു. വെളുപ്പിന് പോകുമ്പോൾ എന്നെ വിളിക്കണം. ഇപ്പോൾ സമാധാനത്തോടെ ഉറങ്ങും. അവൾ പോയി. കേശവൻ നായർ തനിച്ച്. അവളുടെ ഗന്ധം. ടൈം പീസ് അലാറം അടിച്ചു. കേശവൻ നായർ ഞെട്ടി ഉണർന്നു. മണി കൃത്യം 4 അയാൾ എണീറ്റ് കാലും മുഖവും കഴുകി വന്ന് യാത്രയ്ക്കുള്ള വട്ടം കൂട്ടി. ഡ്രസ്സ് ചെയ്ത് കിടക്ക് കെട്ടിവെച്ച് സാമാനങ്ങളൊക്കെ പെട്ടിയിലാക്കി. അതിനുശേഷം താഴെ ഇറങ്ങി. റോഡിൽ ചെന്ന് ഒരു വണ്ടിക്കാരനെ വിളിച്ചുകൊണ്ട് വന്നു സാമാനങ്ങളൊക്കെ വണ്ടി കയറ്റി. തിരിച്ച് ചെന്ന് സാറാമ്മയുടെ ജനലിലൂടെ ടോർച്ച് ലൈറ്റ് അടിച്ച് സാറാമ്മേ എന്ന് പതുക്കെ മന്ത്രിച്ചു. പക്ഷേ അനക്കമില്ല. അയാൾ വാതിൽ ഒന്ന് തള്ളി. അത് തുറന്നുപോയി. അയാൾ ലൈറ്റടിച്ച് നോക്കിയപ്പോൾ ഉള്ളിൽ ആരുമില്ല. സാറാമ്മയുമില്ല. സാറാമ്മയുടെ പെട്ടിയുമില്ല. എന്തൊരു കഥ! അവൾ എവിടെ പോയിരിക്കാം? വെളിച്ചം മേശപ്പുറത്ത് കിടന്ന കവറിൽ വീണു. കേശവൻ നായർ പതറുന്ന ഹൃദയത്തോടെ അതിർത്ത് തുറന്നു വായിച്ചു. പ്രിയപ്പെട്ട അപ്പച്ചനും ബഹുമാനപ്പെട്ട ചിറ്റമ്മയും കൂടി വായിച്ചറിയുവാൻ സാറാമ്മ എഴുതുന്നത് എന്തെന്നാൽ,
ജീവിതം യൗവനധിഷ്ഠവും ഹൃദയം പ്രേമസുരഭലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ എനിക്ക് മാസം തോറും വളരെ വലിയ ശമ്പളം കിട്ടുന്ന ഒരു ജോലി കിട്ടിയിരിക്കുന്നതിനാൽ ജോലി സ്ഥലത്തേക്ക് ഞാൻ പോകുന്നു. സ്ത്രീധനം കൂടാതെ ഈ മുഷിഞ്ഞ തുണിയോടെ എന്നെ വിവാഹം ചെയ്യാൻ തയ്യാറുള്ള ഒരാണിനെയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം എന്നെയും സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഗാഠമായി ചിന്തിച്ച് മധുരോദാരമായൊരു മംഗളാശംസയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപ്പച്ചൻ്റെയും ചിറ്റമ്മയുടെയും സാറാമ്മ. കേശവനാർ എഴുത്ത് മേശപ്പുറത്ത് തന്നെ വെച്ച് വാതിൽ ചാരി വെളിയിലിറങ്ങി. വണ്ടിയിൽ കയറി ശീഘ്രത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ നിൽക്കുന്നു സാറാമ്മ മന്ദഹാസത്തോടെ മാദക തിടമ്പായി. അവൾ ചോദിച്ചു, ഞാൻ പോന്നിട്ടുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? ദിവ്യജ്ഞാനം, ആണിൻ്റെ സുന്ദരൻ ബുദ്ധി, ആണിൻ്റെ കണാപ്പി ബുദ്ധി. അല്ലാതെ എൻ്റെ മുറിയിൽ കയറി അപ്പച്ചനും ചിറ്റമ്മകളെ എൻ്റെ രഹസ്യം എടുത്ത് മോഷ്ടിച്ച് വായിച്ചിട്ടല്ലേ? പറയാം പെണ്ണെ, ഒക്കെ പറയാം. അയാൾ 2 ടിക്കറ്റ് വാങ്ങി. സാമാനങ്ങളും 2 പേരും കൂടി വണ്ടിയിൽ കയറിയിരുന്നു. ആഹ്ലാദകരമായ ഒരു ഉഗ്രൻ ചൂളമുടിയോടെ വണ്ടി നീങ്ങി. അവർ ഒന്നും പറയാതെ തൊട്ടുതൊട്ടിരുന്നു. വണ്ടി 3 സ്ഥലങ്ങളിൽ നിന്നു. ഒടുവിൽ അവർ തനിച്ചായി. വണ്ടി ഒരു സ്റ്റേഷനിൽ നിന്നും കേശവനാർ ചായക്ക് ഓർഡർ ചെയ്തു. 2 പേർക്കും കാപ്പി മതിയെന്ന് സാറാമ്മ പറഞ്ഞു. 2 പേർക്കും ചായ മതിയെന്ന് കേശവനാർ പറഞ്ഞു. 2 പേർക്കും ദേഷ്യം വന്നു. ഒടുവിൽ കേശവനാർ ഒരു ചായയും സാറാമ്മ ഒരു കാപ്പിയും കുടിച്ചു. സൂര്യനും വളരെ ഭംഗിയായി സന്തോഷത്തോടെ ഉദിച്ചു. തങ്കം പോലൊഴുകുന്ന നദിക്ക് മീതെ കൂടി വണ്ടി സാവധാനം പോയിക്കൊണ്ടിരുന്നു. ചായയിലും കാപ്പിയിലുള്ള ഭയങ്കര വഴക്ക് മറന്ന് ഉൾനിറഞ്ഞ ആനന്ദത്തോടെ കേശവനാർ സാറാമ്മയെ പതുക്കെ വിളിച്ചു, സൗരഭ്യമേ, തേന്, തങ്കം. സാറാമ്മ അടുത്തിരുന്ന് ചോദിച്ചു, എന്താ ആകാശമിഠായിയുടെ അച്ഛവോ? ഇവർ ഒരിക്കൽ സംസാരിക്കുമ്പോൾ ഒരു കുട്ടി എന്ത് പീരീഡും എന്ന് ചോദിച്ചു. അവസാനം ആകാശമിഠായി എന്ന് തീരുമാനിച്ചതാണ്. അതാണ് ഇവിടെ ആകാശമിഠായി എന്ന പദത്തിൻ്റെ പ്രസക്തി അതാണ്. എന്താ ആകാശമിഠായിയുടെ അച്ഛോ? പ്രിയമധുര സുരഭില സുന്ദര നിലാവിളിച്ചമേ. സാറാമ്മ കേശവനായരെ നുള്ളി. കേശവനായർ പറഞ്ഞു, ഇടിച്ച് ഞാൻ പള്ളഞ്ഞിരിക്കും. സാറാമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. പെണ്ണല്ലേ, കണ്ണീരിന് വല്ല പഞ്ഞവും ഉണ്ടോ? ചുമ്മാ അവൾ കുടുകൂടെ കരഞ്ഞു. അത് കണ്ടപ്പോൾ ആണായ കേശവനായുടെ ഹൃദയം അങ്ങ് നൊന്തു. അയാൾ അവളുടെ കണ്ണുകളിൽ ചുംബിച്ചു. വേണ്ട, സാറാമ്മ പറഞ്ഞു, എന്നെ തുടരുത്. എന്താ കാരണം? ഞാൻ ഈ ത്യാഗമൊക്കെ ചെയ്തിട്ട് എന്നോട് ഇങ്ങനെയാണല്ലോ പെരുമാറുന്നത്. എന്ത് പെരുമാറ്റം? സാറാമ്മ എന്ത് ത്യാഗം ചെയ്തു? ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചനെയും ചിറ്റമ്മയും എല്ലാം ഉപേക്ഷിച്ച് കൂടെ വരുന്നില്ലേ? വരുന്നുണ്ട്. അതിന് എനിക്ക് വേണ്ടി കാപ്പി കുടിക്കാൻ പോലും, എനിക്ക് വേണ്ടി ഒരു തുണുങ്ങി ത്യാഗം ചെയ്യാൻ പോലും കേശവൻ നായർ ഒന്നും മിണ്ടിയില്ല. അയാൾ ലോകത്തിൽ ഉണ്ടായതും ഉള്ളതും ഉണ്ടാകാൻ പോകുന്നതായ എല്ലാ പെണ്ണുങ്ങളെപ്പറ്റി ഓർത്ത് ഫുൾ ടൂസുകൾ. എനിക്ക് വേണ്ടി ഒരു നുണങ്ങ് ത്യാഗം പോലും ചെയ്യാൻ സാറാമ്മ തുറന്നു. എന്നിട്ടിപ്പോൾ എന്നെ ഇടിച്ച് പള്ളതിരിക്കാൻ പോകുന്നു. ത്യാഗമയി, എടി ആകാശമിഠായിയുടെ തള്ളേ, എന്തോ ഇന്ന് നമ്മൾ രജിസ്റ്റർ വിവാഹം ചെയ്തു. പരസ്യമായി ഫസ്റ്റ് ക്ലാസ് ഭാര്യയും ഭർത്താവുമായി തീരും. സമ്മതമാണോ? സാറാമ്മ മിണ്ടിയില്ല. കേശവൻ നായർ സാറാമ്മയുടെ തുടയിൽ വളരെ പതുക്കെ ഭയങ്കരമായി നുള്ളിയിട്ട് വീണ്ടും ചോദിച്ചു, എടി സമ്മതമാണോ? അതേന്ന് പറഞ്ഞില്ലേ? മൗന സമ്മതം. നിനക്ക് 3 കാര്യങ്ങൾ പരിപൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. വെറും ചിണങ്ങാണ്ടി 3 കാര്യത്തിലോ? അതെ, ആഹാരം, വസ്ത്രം, വിശ്വാസം. ആഹാരം, വസ്ത്രം, വിശ്വാസം. അപ്പോൾ നമ്മുടെ വീട്ടിൽ 2 അടുക്കള ഉണ്ടായിരിക്കുമോ? ഒരൊറ്റ നുണുങ്ങ അടുക്കള. 2 തരം ആഹാരം ഞാൻ പാകം ചെയ്യണം. ഒരൊറ്റ തരം. ആരുടെ ഇഷ്ടമനുസരിച്ച്? എൻ്റെ അടുക്കളക്കാരിയുടെ. അവൾ മന്ദഹസിച്ചു. അത് ന്യായം. ഞാൻ കാലത്തെ കാപ്പിയോ ഉണ്ടാക്കും. അത് കഴിഞ്ഞു ഞാൻ വെളിയിൽ പോയി ചായ കുടിക്കും. ഞാൻ സമ്മതിക്കുകയില്ല. കിട്ടുന്ന ശമ്പളം മുഴുവൻ എന്നെ ഏൽപ്പിക്കണം. പ്രിയപ്പെട്ട എടി, ഞാൻ ചായ എങ്ങനെ കുടിക്കും? ത്യജിക്കൂ. ഞാൻ എന്തെല്ലാം ത്യാഗം ചെയ്തവളാണ്. ഞാൻ സാറാമ്മയ്ക്ക് വേണ്ടി തലയുത്തി നിന്നതോ? അത് വലിയ ത്യാഗമാണോ? പ്രേമത്തിന് വേണ്ടി മഹാസാമ്രാജ്യങ്ങൾ വീക്ഷിച്ചവരില്ലേ? ചീങ്കണ്ണിയുമായി യുദ്ധം ചെയ്തവരില്ലേ? പ്രിയപ്പെട്ട മായാമോഹിനി, എടി മധുര സുരഭല സുന്ദര നിലാവിളിച്ചമേ, നിസ്സാരം. ഞാൻ വേണമെങ്കിൽ ചാരകസയിൽ ഇരുന്നു കൊണ്ട് 10 മഹാസാമ്രാജ്യങ്ങൾ ഉപേക്ഷിക്കാം. 1000 ചിങ്കണ്ണികളുമായി യുദ്ധം ചെയ്യാം. പക്ഷേ പ്രേമഭാജനത്തിന് വേണ്ടി ഒരു പ്രാവശ്യമെങ്കിലും തലകുത്തി നിൽക്കുക ഇങ്ങനെ ആര് ചെയ്തിട്ടുണ്ടടി? ഇതിനെ വെല്ലുന്നൊരു മഹാത്യാഗം പ്രപഞ്ച ചരിത്രത്തിൽ കാണുമോ? കേശവൻ നായർ സാറാമ്മയുടെ മുമ്പിൽ തലകുത്തി നിന്നു. ഇതിനേക്കാൾ ഉശിരാഗ്രൻ ത്യാഗം ഏതു പെണ്ണേ? ആകാശമിഠായിയുടെ അച്ഛോ? എന്താടി പെണ്ണേ? പറയാം. അവൾ കുനിഞ്ഞ് കേശവൻ നായരുടെ 2 പാദങ്ങളിലും ചുംബിച്ചു. കേശവൻ നായർ അവളെ എണീപ്പിച്ച് ആലിംഗനം ചെയ്തു. ഓടുന്ന തീവണ്ടി ആര് കാണാൻ? അവൾ കേശവൻ നായരുടെ കോട്ടിൻ്റെ പോക്കറ്റിൽ കൈയിട്ടു. അയാൾ ചോദിച്ചു, മധുര സുരഫലമായ സുന്ദര നിലാവെളിച്ചം എന്താണ് തിരക്കുന്നത്? ഞാൻ തന്നിരുന്ന കവർ, പ്രേമലേഖനം. അയ്യോ, ഞാനത് വായിച്ചില്ല. ഒരു കവർ കൊടുത്തിരുന്നു തലേ ദിവസം സാറാമ്മ കേശവൻ നായരുടെ കയ്യിൽ. ആ കവറിൽ എന്താണെന്നുള്ള രഹസ്യമാണ്. മധുര സുരഭിലമായ സുന്ദര നിലാവിളിച്ചമേ എന്താണ് തിരക്കുന്നത്? ഞാൻ തന്നിരുന്ന കവർ, പ്രേമലേഖനം. അയ്യോ, ഞാനത് വായിച്ചില്ല. കേശവൻ നായർ കവറെടുത്ത് പൊട്ടിച്ചു. കടലാസുകൾ എടുത്ത് അത്ഭുതസ്തബ്ധനായി നോക്കിക്കൊണ്ടിരുന്നു. നോട്ടുകളുടെ കശ.
അയലെണ്ണി 1099 രൂപയുടെ നോട്ടുകൾ. ഇതിൽ നിന്ന് ഒരു വാച്ചും മോതിരം വാങ്ങിച്ചോ കേട്ടോ. കാരണം വാച്ചും മോതിരവും വിറ്റാണ് അദ്ദേഹം യാത്ര തുടങ്ങിയിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു വാച്ചും മോതിരം വാങ്ങിച്ചോ കേട്ടോ. കേശവൻ നായർക്ക് പണം കണ്ടപ്പോൾ സന്തോഷം തോന്നിയെങ്കിലും പ്രേമലേഖനം വായിക്കാൻ ഉൾക്കണ്ട. അയാൾ ചോദിച്ചു, മറ്റേതെവിടെ? മറ്റേത് പ്രേമലേഖനം? വായിക്കാൻ തിടുക്കമാണോ? ചുമ്മാ നോക്കാനാണ് ഈ തങ്കപ്പളിങ്ക്. എങ്കിൽ നോക്കിക്കോളൂ. അവൾ തെളിഞ്ഞ മന്ദസ്മിതത്തോടെ കേശവൻ നായർ നോക്കി. കണ്ടേ, ഞാനാകുന്ന പ്രേമലേഖനം. യുവതിയാകുന്നു, യുവാവാകുന്നു പ്രേമലേഖനം. ഞാനാകുന്ന പ്രേമലേഖനം കണ്ടോളാം. കേശവൻ നായർക്ക് നന്നെ പിടിച്ചു. നീയും ഞാനും സ്റ്റൈൽ. മറ്റവനെവിടെ കാണിക്കൂ. അവൾ ബോഡീസിൻ്റെ അകത്ത് നിന്ന് അനേക കാലത്തെ വിയർപ്പിൽ കുടിച്ച പുരാതനമായ ഒരു കടലാസ് എടുത്ത് കേശവൻ നായർക്ക് കൊടുത്തു. അയാൾ അത് വെളിച്ചത്ത് പിടിച്ചു. മുമ്പെങ്ങോ കണ്ടിട്ടുള്ള അത്യനർഹമായ എഴുത്ത്. അയാളത് വായിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ അയാളുടെ കഴുത്തിൽ കൈയിട്ട് ചുംബിച്ചുകൊണ്ട് എന്നിട്ട് പറഞ്ഞു, ജീവിതം യൗവനതീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ പറഞ്ഞില്ലേ, നമ്മൾ തന്നെയാണ് പ്രേമലേഖനം. എടീ പൊങ്കച്ചേ, തിരിഞ്ഞു, ബോധ്യമായി. ലേശം ചെവി കേൾക്കട്ടെ. കേൾപ്പിക്കില്ല. അവൾ അയാളെ മുറുകെ ആലിംഗനം ചെയ്തു. അയാളുടെ കഴുത്തിലും മറ്റും ചുംബിച്ചുകൊണ്ടിരുന്നു. തീവണ്ടി അത്യാഹ്ലാദകരമായ ഉഗ്രൻ ചൂളംവിളിയോടെ പായുകയാണ്. സാറാമ്മ അവളുടെ ബോഡീസിൽ നിന്ന് കൊടുത്ത കടലാസ് പണിപ്പെട്ട് കേശവൻ നായർ വായിച്ചു. പ്രിയപ്പെട്ട സാറാമ്മ, ജീവിതം യൗവനതീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിക്കുകയാണ്. സാറാമ്മയോ? ഗാഠമായി ചിന്തിച്ച് മധുരോദാരമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ കേശവൻ നായർ. മംഗളം, ശുഭം.